മകനെയും കുടുംബത്തെയും വീടിന് തീയിട്ട് കൊന്നു. പ്രതി ഹമീദ് കുറ്റക്കാരൻ. സ്വത്ത് തർക്കത്തെ തുടർന്ന് മകനെയും മകന്റെ ഭാര്യയെയും 2 കൊച്ചുമക്കളെയും വീട്ടിൽ പൂട്ടിയിട്ട് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി. ശിക്ഷ ഈ മാസം 30-ന് വിധിക്കും. തൊടുപുഴ മുട്ടം 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ആഷ് കെ ബാലാണ് വിധി പറഞ്ഞത്. ചീനിക്കുഴി ഹമീദാണ് കേസിലെ പ്രതി. 2022 മാർച്ച് 19-നായിരുന്നു നാടിനെ ഞെട്ടിച്ച കൂട്ടക്കൊല നടന്നത്. ഹമീദിന്റെ മകൻ അബ്ദുൾ ഫൈസൽ, ഫൈസലിന്റെ ഭാര്യ ഷീബ, മക്കളായ മെഹർ, അഫ്സാന എന്നിവരാണ് കൊല്ലപ്പെട്ടത്. നേരത്തെ ഫൈസലിന് ഇഷ്ടദാനം നൽകിയ ഭൂമിയും വീടും തിരികെ വേണമെന്നായിരുന്നു ഹമീദിന്റെ ആവശ്യം. ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് അതിദാരുണമായ കൂട്ടക്കൊലയിൽ കലാശിച്ചത്. ഫൈസലും കുടുംബവും ഉറങ്ങിക്കിടക്കുന്നതിനിടയിലാണ് ഹമീദ് വീടിന് തീയിട്ടത്. ആരും രക്ഷപ്പെടാതിരിക്കാനായി വീടിന്റെ വാതിലുകളെല്ലാം അടച്ച ശേഷമാണ് ഇയാൾ പുറത്തിറങ്ങിയത്. വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കാതിരിക്കാൻ വാട്ടർ ടാങ്കിലെ വെള്ളം ഒഴുക്കിവിടുകയും പൈപ്പ് കണക്ഷൻ വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് പ്രതി വീടിന് തീ കൊളുത്തിയത്. തീ ആളിക്കത്താനായി പെട്രോൾ നിറച്ച ഒട്ടേറെ കുപ്പികളാണ് പ്രതി വീട്ടിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞത്. വീടിന് തീ പിടിച്ചത് കണ്ട് ഫൈസലും കുടുംബവും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. സംഭവത്തിന് പിന്നാലെ ഹമീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികാരദാഹിയായി നിന്ന ഹമീദിനെ ഓടിയെത്തിയ അയൽവാസി രാഹുൽ തള്ളി വീഴ്ത്തിയെങ്കിലും അയാൾ പുറത്തിറങ്ങി വീണ്ടും പെട്രോൾ കുപ്പികൾ എറിയുകയായിരുന്നു. നിലവിളിയും പൊട്ടിത്തെറി ശബ്ദവും കേട്ട് ഉറക്കമുണർന്ന് ഓടിയെത്തിയ അയൽവാസികൾക്ക് അകത്തേക്ക് കടക്കാനായില്ല. നിർണായക സാക്ഷിമൊഴികൾക്കും സാഹചര്യ തെളിവുകൾക്കും പുറമെ പ്രതി കുറ്റം സമ്മതിക്കുക കൂടി ചെയ്തതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എം സുനിൽ മഹേശ്വരൻ പിള്ളയാണ് ഹാജരായത്. പ്രോസിക്യൂഷൻ 71 സാക്ഷികളെയും പ്രതിഭാഗം 3 സാക്ഷികളെയും വിസ്തരിച്ചു. തെളിവായി പ്രോസിക്യൂഷൻ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളടക്കം 139 രേഖകളും കോടതിയിൽ ഹാജരാക്കി.